ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും a-tec മീഡിയയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആസാദ്. ഇന്നത്തെ വീഡിയോ മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയർ, ഐമാക്, മാക് മിനി എന്നിവ ചില സമയങ്ങളിൽ ബൂട്ടാവാതെ വരിക. അങ്ങനെ ബൂട്ടാവാതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഈ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രശ്നം ഇത് ബൂട്ടാവുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് നോക്കാം ഇത് ബൂട്ടാവുന്നോ ഇല്ലയെന്ന്. സാധാരണ ഒരു മാക്ബുക്ക് പ്രോ ബൂട്ടായി വരാൻ വേണ്ടിയിട്ട് SSD ആണെങ്കിൽ ഒരു 36 സെക്കൻഡ് 40 സെക്കൻഡിൽ ബൂട്ടായി വരും. അതേ സമയത്ത് സാധാരണ ഹാർഡ് ഡിസ്കും സാധാരണ റാമും, അതായത് 4GB റാം ഒരു 500GB ഹാർഡ് ഡിസ്കും ആണെങ്കിൽ അതൊരു 50 സെക്കൻഡ്, ചിലപ്പോൾ ചിലത് 44 സെക്കൻഡ് 45 സെക്കൻഡിലൊക്കെ ബൂട്ടായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമുക്കിവിടെ 4 മിനിറ്റിൽ കൂടുതലായി ഇത് ബൂട്ടായിട്ടില്ല, ഇതുവരെയും ബൂട്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മിനിറ്റ് 4 മിനിറ്റ് നമ്മൾ ഇത് തന്നെ ബൂട്ടാവുന്നത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഞാനത് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടൈം ഞാൻ ഇതിൽ പറയുന്നു ഇത്രയായി. ഇപ്പോൾ 4 മിനിറ്റ് 31 സെക്കൻഡായി. ഇപ്പോൾ ഇതുവരെയും ഈ ലാപ്ടോപ്പ് നമുക്ക് ബൂട്ടായി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാതെ തന്നെ ഫാസ്റ്റാക്കി വിടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് അങ്ങനെ ഒരു വീഡിയോ എടുത്താണെന്ന് വിചാരിക്കേണ്ട. നമുക്കിത്രയും വേസ്റ്റ് ആണല്ലോ, നമുക്കറിയല്ലേ വേണ്ടുള്ളൂ എന്താണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്നുള്ളത്. ഇപ്പോൾ നമുക്കിത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൂട്ടാവാതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും ഇത് ഓപ്പൺ ആയില്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടും, എന്നാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്തരം ഒരു പ്രോബ്ലം നിങ്ങളുടെ മാക്ബുക്കിൽ അല്ലെങ്കിൽ മാക്ബുക്ക് പ്രോയിൽ, മാക്ബുക്ക് എയറിൽ അല്ലെങ്കിൽ ഐമാക്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ബൂട്ടാവാത്തതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഞാനും ഇതുപോലെ തന്നെ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് മുമ്പ്. അപ്പോൾ അതിൽ പറയുന്നതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഉൾപ്പെടുത്തണമല്ലോ, കാരണം ചിലപ്പോൾ ചില മാക്ബുക്ക് പ്രോയ്ക്കൊക്കെ അത്തരം ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതും കൂടിയും ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ലാസ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ മാക്ബുക്ക് പ്രോ ബൂട്ടാവാതെ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ഒരു ടെക്നീഷ്യനെ സമീപിക്കും അല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ടെക്നീഷ്യനെ സമീപിച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. വിശദമായിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തും, എല്ലാ കാര്യങ്ങളും ഇതിൽ വിശദമായിട്ട് ഉൾപ്പെടുത്തും. അപ്പം ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ ക്ലോസ് ചെയ്യുകയാണത് കംപ്ലീറ്റ് ആവുന്നില്ല. ഇവിടെ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ്, കൺട്രോള്, ഓൾട്ട്, പവർ. ഇതാണ് പവർ. ഇതിലും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒരു പവർ ബട്ടൺ 10 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു 10 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഷിഫ്റ്റ്, കൺട്രോള്, ആൾട്ട് ഈ 3 കൂടി പ്രസ് ചെയ്ത് പിടിച്ചു. അതിനുശേഷം ഞാൻ പവർ ഓൺ ചെയ്യുന്നു. ഒരു 10 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം. പത്ത് സെക്കൻഡായി. ഇപ്പോഴും ഇതേ സ്ഥിതി തന്നെയാണ്. ഇപ്പോഴും ഇത് ബൂട്ടായി കിട്ടുന്നില്ല. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം.
ചെയ്യാൻ പോകുന്നത് NVRAM റീസെറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓൾട്ട് കമാൻഡ് R P പവർ ബട്ടൺ ഇത് ഒരേ സമയം പ്രസ് ചെയ്യുക. പവർ ഓണായ ശേഷം പവറിന്ന് നമ്മുടെ കൈയെടുക്കുക. ബാക്കി 3 പ്രാവശ്യം ബൂട്ടായി ഓഫ് ആവുന്നത് വരെ നമ്മൾ വിടാതിരിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈ റിലീസ് ചെയ്യുക. നമുക്ക് അടുത്തത് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ ഞാൻ സിസ്റ്റം ഓൺ ചെയ്യാൻ പോവാണ്. ഓൾട്ട് കമാൻഡ് ഞാൻ എൻ്റെ തള്ളവിരൽ കൊണ്ട് പ്രസ് ചെയ്യുന്നു, രണ്ടും കൂടി ഒരുമിച്ച്. അതിനുശേഷം R പ്രസ് ചെയ്യുന്നു, അതിനുശേഷം പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നു, അതിനുശേഷം P പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ പവർ ഓണായി. ഞാൻ പവർ ബട്ടൺ റിലീസ് ചെയ്യുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്. ഞാനിപ്പോൾ എൻ്റെ കൈ എടുത്തു. ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇപ്പോഴും ഇത് കൂട്ടാവുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും സിസ്റ്റം ഓഫ് ചെയ്യാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാനിതിൻ്റെ കവറൊന്ന് അഴിക്കാൻ പോവാണ്. ഇവിടെ സ്ക്രൂസ് എല്ലാം ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 സ്ക്രൂസ് ഉണ്ട്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ സ്ക്രൂസ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ, ഹാർഡ് ഡിസ്ക് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. സെയിം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഹാർഡ് ഡിസ്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഹാർഡ് ഡിസ്കിൻ്റെ സപ്പോർട്ട് ഇത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഇവിടെ ബാറ്ററി കണക്ഷൻ ഉണ്ട്, അതൊന്ന് ഡിസ്കണക്ട് ചെയ്യാം. 2 കൈ കൊണ്ട് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ അത് ബാറ്ററി കണക്ഷൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇതാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഞാൻ ഈ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തു. ഇനി ഞാൻ വേറെ ഹാർഡ് ഡിസ്ക്, ഇത് ഹാർഡ് ഡിസ്ക്കാണ്, SSD ആണ് കേട്ടോ. ഇത് വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തതാണ്. ചെക്ക് ചെയ്യേണ്ടത് നമുക്കിത് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ പ്രശ്നം നമുക്ക് അറിയണ്ടേ. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്യുന്നു. ഇത് ഇതേമാതിരി ഇതിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തു, അത് ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത ശേഷം അതിൻ്റെ സപ്പോർട്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഈ പവർ വീണ്ടും കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് മുമ്പത്തെ കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് ഓപ്പൺ ആയില്ല. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആകുമോ നോക്കാം. സ്ക്രൂസ് ഒന്നും ഞാൻ ഇടുന്നില്ല, കാരണം ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടതല്ലേ. മാത്രമല്ല എനിക്ക് ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകണം.
ഇപ്പോൾ കണ്ടോ, അത് SSD ആണ്. മാത്രമല്ല അതിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് സക്സസ് ആയി. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കമ്പ്യൂട്ടർ, അതായത് മാക്ക് ബൂട്ടാവുന്നില്ല. ആപ്പിൾ ലോഗോ വന്നിട്ട് അതേമാതിരി നിൽക്കുന്നു. അപ്പോൾ അതിനുള്ള 2 വഴികൾ ഞാൻ പറഞ്ഞു തന്നു. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, ഇനി വേറെ എന്താ അതിനുള്ള പരിഹാരം എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അതിലൊന്നും കാണിക്കുന്നില്ല. വേറൊരു പരിഹാരമില്ല, ഇതേമാതിരി തന്നെയാണ്. റാം റീസെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹാർഡ്വെയറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. 2011, അതായത് മാക്ബുക്ക് പ്രോ 2011 മോഡല്, അതാണെങ്കിൽ ഇതുമല്ല പ്രശ്നം, അത് വേറെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതിൽ ഗ്രാഫിക്സിൻ്റെ പ്രോബ്ലം കൊണ്ട് അത് ബൂട്ടാവാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. കാരണം നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്നത് ലൈനായിരിക്കും, ചിലപ്പോൾ ബ്ലൂ ലൈൻ തന്നെയായിരിക്കും. അത് നമുക്ക് റിപ്പയർ ചെയ്യാം, ബോർഡ് നമുക്ക് റിപ്പയർ ചെയ്യാം. ബോർഡ് റിപ്പയർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ബോർഡ് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇന്ത്യൻ മണി ഒരു 8,000 രൂപ 10,000 രൂപയുടെ അടുത്ത് വരും ബോർഡ് റിപ്പയർ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ഐഡിയ സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സിസ്റ്റം ബൂട്ടാവാതിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതൊന്നും എനിക്ക് കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയയിൽ ഞാനൊന്ന് മാറ്റി നോക്കിയതാണ്, ഈ ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ റാം റീസെറ്റ് ഇതൊക്കെ നമുക്ക് സാധാരണ ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ബൂട്ടായില്ലെങ്കിൽ 2-3 വഴികളും ഞാൻ ചെയ്യാറുണ്ട്. അതിൽ 1-2 കാര്യങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാത്ത മുമ്പ് തന്നെ നമ്മളൊന്ന് ഹാർഡ് ഡിസ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഹാർഡ് ഡിസ്കിൻ്റെ ആയിരുന്നു ഈ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഓപ്പൺ ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്താൽ മതിട്ടോ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യരുത്. മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത, ഇപ്പോഴേ ഓൾറെഡി എൻ്റെ അടുത്ത് ഡാറ്റ ഉള്ളത് കൊണ്ടാണ് ഇത് ഓപ്പൺ ആയി വന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹാർഡ് ഡിസ്ക് വേറെ ഉണ്ടെങ്കിൽ അത് എംപ്റ്റി ആണെങ്കിൽ തന്നെയും നിങ്ങൾക്കത് ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണക്ട് ചെയ്തിട്ട് അത് ബൂട്ടായി വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണിക്കും, അതിൽ ഡാറ്റ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കും, എംപ്റ്റി ആണെങ്കിൽ, ഹാർഡ് ഡിസ്ക് എംപ്റ്റി ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.